എല്ലാവർക്കും ജോണി സ്പാർക്കിലേക്ക് സ്വാഗതം. നമ്മുടെ പവർ റിച്ച് മാർക്കറ്റിംഗ് വഴി എങ്ങനെ മൊബൈൽ റീചാർജ് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോ. അതിനായി നമുക്ക് തന്നിട്ടുള്ള ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് നമ്മുടെ സൈറ്റ് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഹോം പേജ് ആയിരിക്കും വരുന്നത്. ഇവിടെ റീചാർജ് ആൻഡ് യൂട്ടിലിറ്റി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് നമുക്ക് ഓപ്പൺ ആയി കിട്ടും. ഇവിടെയാണ് നമുക്ക് ഏത് സർവീസ് വേണമെന്ന് സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ മൊബൈൽ റീചാർജ് ആണ് ചെയ്യാൻ പോകുന്നത്. അതിനായി പ്രീപെയ്ഡ് റീചാർജ് എന്ന് പറയുന്ന ഫസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇത് സെലക്ട് ചെയ്യുന്നതിന് മുമ്പായി അവിടെ ഉയരെ കാണുന്ന ആക്ടിവേഷൻ വാലറ്റിനകത്ത് പൈസ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇപ്പം പൈസ ഇല്ലെങ്കിൽ നമുക്ക് ഇതിലുള്ള ആഡ് ഫണ്ട് ഓപ്ഷൻ ഉപയോഗിച്ച് ആഡ് ഫണ്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇന്റർചേഞ്ച് ഓപ്ഷൻ ഉപയോഗിച്ചും ഇതിലോട്ട് ഫണ്ട് ആഡ് ചെയ്യാം. ഇപ്പോൾ പ്രീപെയ്ഡ് റീചാർജ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജ് വരും. ഇവിടെ ഇപ്പോൾ 4 സിമ്മാണ് അവൈലബിൾ ഉള്ളത്: എയർടെൽ, BSNL, റിലയൻസ്, വോഡഫോൺ. ഇതിൽ ഏത് സർവീസാണ് നിങ്ങളുടെ എന്നത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ എൻ്റെത് BSNL ആയതുകൊണ്ട് ഞാൻ BSNL സെലക്ട് ചെയ്തു. അങ്ങനെ സർവീസ് സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജ് വരും. ഇവിടെ നമ്മുടെ നമ്പർ, എത്ര രൂപ പേ ചെയ്യണം, അതുപോലെ ട്രാൻസാക്ഷൻ പാസ്വേഡ് ഇത്രയും കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുക്കുക. ട്രാൻസാക്ഷൻ പാസ്വേഡ് നമ്മൾ PRMൽ ID അടിക്കുന്ന സമയത്ത് ഒരു ട്രാൻസാക്ഷൻ പാസ്വേഡ് കിട്ടും. അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. എല്ലാ ഡീറ്റെയിൽസും കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജ് വരും. ഇവിടെ എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് ആണെന്ന് ഒന്നുകൂടെ ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തതിന് ശേഷം കൺഫേം കൊടുക്കുക. കൺഫേം കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു പേജ് വരും. ഇവിടെ സ്റ്റാറ്റസ് കംപ്ലീറ്റ് എന്ന് പറഞ്ഞ് കാണിക്കും. ഇങ്ങനെ കംപ്ലീറ്റ് എന്ന് കാണിച്ചാൽ സക്സസ് ആയെന്നാണ് അതിൻ്റെ മീനിങ്. ഇതിനുശേഷം നിങ്ങളുടെ ഹോം പേജിൽ പോയിട്ട് നിങ്ങളുടെ സെൽഫ് ഇൻകം ചെക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ മൊബൈലും റീചാർജ് ആയിട്ടുണ്ടോയെന്നും ചെക്ക് ചെയ്യുക. അപ്പോൾ എങ്ങനെ റീചാർജ് ചെയ്യണമെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ പവർ റിച്ച് മാർക്കറ്റിംഗിൽ ജോയിൻ ആകാൻ താല്പര്യമുള്ളവർക്കായി നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമന്റ് ബോക്സിലും പിൻ ചെയ്യുന്നതായിരിക്കും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. ഇവിടെ നമ്മുടെ റീചാർജ് ചെയ്ത ഹിസ്റ്ററി അറിയാൻ വേണ്ടി നമ്മുടെ ഹോം പേജിൽ ലെഫ്റ്റ് സൈഡിൽ ഉയരെയായിട്ട് ഡോട്ട് പോലത്തെ ഒരു ചതുരം കാണും. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറച്ച് ഓപ്ഷൻസ് വരും. അവിടെ റീചാർജ് ആൻഡ് യൂട്ടിലിറ്റി ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ റീചാർജ് ഹിസ്റ്ററി എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ കാണിക്കും. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജ് വരും. ഇവിടെ എല്ലാ ഡീറ്റെയിൽസും കാണാൻ സാധിക്കും.